ഓരോ വാലന്റൈൻസ് ഡേക്കും ഞാനും ഇച്ചായും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് മേടിക്കും. ലാസ്റ്റ് ഇയർ ഞാൻ അങ്ങോട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും എൻ്റെ അത്രയും ഡൗൺ സിറ്റുവേഷനിൽ എൻ്റെ ഇച്ചായി എന്നെ ഒരുപാട് ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ഒരു കേക്കും ചോക്ലേറ്റും ഫ്ലവറൊക്കെ മേടിച്ചിട്ട് ആൾക്കങ്ങ് കൊടുത്തു. ആൾ ഒരുപാട് ഹാപ്പിയായി. ഈ പ്രാവശ്യം ഇച്ചായിൻ്റെ പതിവ് തെറ്റിച്ചിട്ടില്ല കേട്ടോ. ഇച്ചായി ഫ്ലവറും ചോക്ലേറ്റൊക്കെ മേടിച്ച് കാറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാറി കയറിയപ്പം ദേ ഇരിക്കുന്നു ഫ്ലവറും ചോക്ലേറ്റും. നമ്മളിപ്പോൾ അധികം ഒന്നും പുറത്തുനിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഇച്ചായി പറഞ്ഞു നമുക്കിന്ന് പുറത്തുനിന്ന് പോയി കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വെതസ്പൂണിൽ പോയിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ലൈഫിലെ ഓരോ ഗുഡ് മൊമെൻറ്റ്സും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ഇച്ചായൻ്റെ കൂടെ ഉള്ള ടൈം. ആള് രാവിലെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പോയി വന്നപ്പോൾ ദാണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പുറത്തും പോയി. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തോന്നിയത് എന്തെന്നറിയോ, എന്നെ ഇങ്ങനെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒരാൾ എപ്പോഴും കൂടെ ഉള്ളതാട്ടോ. എല്ലാത്തിനും എൻ്റെ ദൈവത്തിനാട്ടോ ഞാൻ നന്ദി പറയുക. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നു.